ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഈ ഇടയ്ക്കാണ് TVMൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പം വരുമ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പം വരുന്ന മുമ്പേ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു, പിന്നെ വരുമ്പോഴും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പം എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ സ്പെഷ്യാലിറ്റി. അപ്പം നമുക്ക് നേരെ താമസിപ്പിക്കാതെ വീഡിയോയിലോട്ട് പോവാം. സോ ഗായ്സ്, ഞാൻ ഇപ്പം അജ്ഫാനിന്ന് വാങ്ങിച്ച കുറച്ച് സംഭവങ്ങൾ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പം കുറച്ചേ ഉള്ളൂ, വലുതായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. സോ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. സോ ഫസ്റ്റ് തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഗോൾഡൻ കിവിയാണ്. ഇത് ആക്ച്വലി ഇന്നലെ വാങ്ങിച്ചതാണ്, ഇന്നലെ രാത്രി തന്നെ തീർത്തു. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് എനിക്ക് വീഡിയോ എടുക്കാൻ വെച്ചേക്കണേന്ന്. സോ ഗോൾഡൻ കിവിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ദെൻ പിന്നെ നമ്മുടെ പംകിൻ സീഡാണ്. ആക്ച്വലി ഞാൻ ഭയങ്കര വലിയ ഫാനുള്ള പംകിൻ സീഡ് ഉണ്ട്, പക്ഷെ എൻ്റെ പാരൻസിന് ഇഷ്ടമാണിത്. പംകിൻ സീഡ് ഇഷ്ടമാണ്, ഇങ്ങനത്തെ കിവി ഇഷ്ടമാണ്. സോ അവരാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്, ഞാനല്ല. ദെൻ പ്ലമ്മും അവരാണ് വാങ്ങിച്ചത്. എനിക്ക് ഇങ്ങനത്തെ സാധനമൊന്നും ഇഷ്ടമല്ല, പക്ഷെ തന്നെ ഞാൻ കഴിക്കും കേട്ടോ. സോ നെക്സ്റ്റ് മൈ ഫേവറേറ്റ് സ്ട്രോബെറി. സോ ഇത് ആക്ച്വലി നമ്മൾ അജ്ഫാനി നല്ല വാങ്ങിച്ചത്, വേറൊരു ഷോപ്പിൽ നിന്നാണ്. ഞാൻ ആക്ച്വലി പേര് ഓർക്കുന്നില്ല. സോ സ്ട്രോബെറി ആണ് എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട്. ഇത് ഞാൻ ഇച്ചിരി കഴിച്ചു തുടങ്ങിയതാണ്, അതുകൊണ്ടാണ് പൊട്ടിച്ചത്, ഇങ്ങനെ കിട്ടുവച്ചത്. ഡോണ്ട് മൈൻഡ് ഇറ്റ്, ഓക്കെ. സോ ഇത് M&M's ആണ്, അത് പീനട്ടിൻ്റെ ആണ് വാങ്ങിച്ചിട്ടുള്ളത്. സോ ഇത് ടോബ്ലറോൺ ആണ്. ഇത് അത്യാവശ്യം എല്ലാവർക്കും അറിയാം. സോ ഇതൊക്കെ അജ്ഫാനി എന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് മൈ ഫേവറേറ്റ് ഗാലക്സി. സോ ഗാലക്സിയുടെ ഫ്രൂട്ട് ആൻഡ് നട്ടാണിത്. എൻ്റെ ഫേവറേറ്റ് ആണ് ഗാലക്സി. ഇത് ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല. ആക്ച്വലി ഷുഗർ ഫ്രീ ആണെന്നാണ് പറയുന്നത്, അത് ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല. സോ ഇതാണ് സംഭവം. എനിക്ക് തോന്നുന്നു പ്രോട്ടീൻ ബാർ ആയിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ, ഇതുവരെ കഴിച്ചിട്ടില്ല. സോ പുതിയതായിട്ട് പോയപ്പോൾ കണ്ടു, അപ്പം വാങ്ങിച്ചു, അത്രേ ഉള്ളൂ. ഷുഗർ ഫ്രീ ആണെന്നാണ് തോന്നുന്നത്, ഷുഗർ ഫ്രീ ആണിത്. സോ ഈ ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ അജ്ഫാനിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. സോ എനിക്ക് ഒത്തിരി ചോക്ലേറ്റ് ഒക്കെ ഞാൻ വാങ്ങിച്ചു ഈ പ്രാവശ്യം പോയപ്പം. അപ്പം ഇതൊക്കെയാണ് അജ്ഫാനിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. സോ ഗൈസ്, നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗിഫ്റ്റിയാണ്. അത് ആക്ച്വലി ഞാൻ ഫസ്റ്റ് പോയപ്പം ഗിഫ്റ്റിൽ നിന്ന് വാങ്ങിച്ച സംഭവങ്ങളാണ്. സോ ഇതാണ് ഗിഫ്റ്റി. ആക്ച്വലി ഗിഫ്റ്റി എന്ന് പറഞ്ഞാൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഷോപ്പാണ്. അത് ആക്ച്വലി ക്രോഷിയൊക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള യാൺസ് കുറേ സംഭവങ്ങളുണ്ട് അവിടെ. അല്ല, ഞാൻ ക്രോഷി ചെയ്യാൻ തുടങ്ങിയ കാര്യം നിങ്ങൾ അറിഞ്ഞില്ലല്ലോ. അതെ, ഞാൻ ക്രോഷി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അപ്പം ഞാൻ കുറച്ച് യാൺസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സോ ഒത്തിരി നല്ല ആർട്ടിനായാലും ക്രാഫ്റ്റിനായാലും ജേർണൽ സപ്ലൈസിൻ്റെ ഒരു എക്സ്പെഷ്യലി ഒരു സെറ്റ് ഓഫ് തിങ്സ് തന്നെ അവർക്കുണ്ട്. അത് ഓരോ ടൈപ്പ് ആയിക്കോട്ടെ, വിൻറ്റേജ് ഇഷ്ടം പോലെ ഉണ്ട്. സ്റ്റിക്കേഴ്സ്, പിന്നെ നമ്മുടെ ഈ ക്ലേ മോൾഡ്, നമുക്ക് പിന്നെ റെസിൻ ആർട്ട് ചെയ്യാനുള്ളത്, എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. സോ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. ലൊക്കേഷൻ ഗൂഗിളിൽ അടിച്ചു നോക്കി കിട്ടും. ഇത് TVMലാണ് കേട്ടോ ഉള്ളത്, ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. സോ ഫസ്റ്റ് തന്നെ ഈ ഒരു യാണാണ്. ഇത് ആക്ച്വലി ഒരു പേസ്റ്റൽ പേർപ്പിൾ ആണ്. എൻ്റെ ഫേവറേറ്റ് കളറാണ് പേർപ്പിൾ. സോ അതിലൊരു പേസ്റ്റൽ പേർപ്പിൾ ആണ്. എനിക്ക് പേസ്റ്റൽ പേർപ്പിൾ അങ്ങനെ ഇല്ല യാണ്. സോ പേസ്റ്റൽ പേർപ്പിൾ. നെക്സ്റ്റ് മെറൂൺ ആണ്. ആക്ച്വലി എൻ്റെ കയ്യിൽ ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്ത ക്രോഷി സെറ്റിൽ റെഡ് ഉണ്ടെങ്കിലും മെറൂൺ ഇല്ലായിരുന്നു. സോ മെറൂൺ വാങ്ങിച്ചു. ഇത് ആക്ച്വലി ഒത്തിരി പ്രൊജക്റ്റിന് ഞാൻ യൂസ് ചെയ്തു, എന്നിട്ടും ഇത് തീർന്നില്ല. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇതിൽ. സോ ഇതിന് ജസ്റ്റ് റേറ്റ് വരുന്നത് 60 മാത്രമാണ് കേട്ടോ. നെക്സ്റ്റും ഞാൻ ഇതിനകത്തുള്ള ഒട്ടുമിക്ക സാധനങ്ങളും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, 2 എണ്ണം കണ്ടേ യൂസ് ചെയ്യത്തുള്ളൂ. സോ നെക്സ്റ്റും ഒരു ബിഗ് വൈറ്റ് യാണാണ്. ഇതിനെയൊക്കെ കാട്ടി വലുതാണ് ആക്ച്വലി. ഇത് 100 above ആണ്. സോ ഇത് ഞാൻ ഒത്തിരി പ്രൊജക്റ്റിന്, വലിയ വലിയ പ്രൊജക്റ്റിന് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. സോ വൈറ്റ് യാൺ. നെക്സ്റ്റും ഒരു വൈറ്റ് യാൺ തന്നെയാണ്. ആക്ച്വലി വൈറ്റ് യാൺ നമുക്ക് കൂടുതലും അത്യാവശ്യമുള്ളതാണ്. സോ വൈറ്റ് യാൺ ആണ്. ഇതിന് 60 ആണ്. ഇത് ആക്ച്വലി കുറച്ചും കൂടി വലുതാണ് ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ.
സോ ഇതിന് കുറച്ചും കൂടി റേറ്റ് ഉണ്ട്. ഇത് ആക്ച്വലി ഇത്രയല്ല, ഇത് കൂടുതലുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഒത്തിരി യൂസ് ചെയ്തുകൊണ്ടാണ് ഇതില്ലാത്തത്. ഇത് യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ. സോ വൈറ്റ് യാൺ. നെക്സ്റ്റ് ഒരു പേസ്റ്റൽ പിങ്ക് ആണ്. ആക്ച്വലി എൻ്റെ കയ്യിൽ പിങ്ക് ഉണ്ടായിരുന്നു, പേസ്റ്റൽ പിങ്ക്. ബട്ട് ഞാൻ കുറേ ഫ്ലവേഴ്സിനൊക്കെ യൂസ് ചെയ്ത് തീർന്നു പോയി. സോ ഇതാണ് നമ്മുടെ പേസ്റ്റൽ പിങ്ക് സംഭവം. അപ്പം ഇത് ഇത്രയാണ് ഫസ്റ്റ് ഞാൻ ഗിഫ്റ്റിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഗിഫ്റ്റിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. സോ ഗിഫ്റ്റിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. അപ്പം ഇതാണ് ഫസ്റ്റ് പോയപ്പോൾ വാങ്ങിച്ചത്. ഇനി ഞാൻ സെക്കൻഡ് ടൈം പോയപ്പോൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ്, സെക്കൻഡ് ടൈം ഗിഫ്റ്റിൽ പോയപ്പോൾ ഞാൻ വലുതായിട്ട് സാധനം വാങ്ങിച്ചില്ല. പക്ഷേ അത്യാവശ്യം ഇച്ചിരി റേറ്റ്, കാരണം ഞാൻ എടുത്തത് ഈ പ്രാവശ്യം ഹൈ ക്വാളിറ്റി ഉള്ള യാണാണ്. മറ്റേത് ഹൈ ക്വാളിറ്റിയാണ്, ബട്ട് ക്വാണ്ടിറ്റി കുറവാണ്, തിക്നെസ് കുറവാണ് യാണിൻ്റെ. സോ ഈ പ്രാവശ്യം ഞാൻ വലിയ യാണ് എടുത്തത്. അപ്പം കുറച്ചതായി. പിന്നെ ഞാൻ അറിയാത്തൊരു സാധനം എടുത്തുപോയി, അതിനായിരുന്നു റേറ്റ് കൂടുതലായത്. സോ ഞാൻ കാണിക്കാത്തതുകൊണ്ട് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ രണ്ടാമത് പോയപ്പോൾ വാങ്ങിച്ചത്. അപ്പം നമുക്ക് നേരെ പോവാം. ഫസ്റ്റ് തന്നെ ഈ ഒരു ബ്രൗൺ യാൺ. ഞാൻ ഈ പ്രാവശ്യം ഫസ്റ്റ് ക്രോഷ്യ വാങ്ങിച്ചാൽ എൻ്റെ കയ്യിൽ ബ്രൗൺ യാൺ ഇല്ലായിരുന്നു. സോ ഞാൻ ഇങ്ങനെ ഫ്ലവേഴ്സിനൊക്കെ ബ്രൗൺ യൂസ് ചെയ്യേണ്ട സമയത്ത് ഞാൻ ബ്ലാക്ക് ആയിരുന്നു യൂസ് ചെയ്തത്. സോ ഞാൻ നല്ലൊരു ബ്രൗൺ യാൺ ആണ് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം 120 എങ്ങാണ്ടാണ് റേറ്റ് വരുന്നത്. നല്ല തിക്നെസ് ഉണ്ട്. നോർമൽ യാൺ വെച്ച് കമ്പയർ ചെയ്യുമ്പം നല്ല തിക്നെസ് ഉണ്ട്. വേണ്ടേ, ഇത് നല്ല തിന്നാണ്, നല്ല തിക്കാണ്. സോ ഇങ്ങനത്തെ ഇങ്ങനത്തെ യാണൊക്കെ ബാഗ് യൂസ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇതായിട്ട് നിൽക്കും എന്നാണ് എൻ്റെ തോന്നൽ. സോ ഞാൻ കുറച്ച് വലുതെടുത്തു. എന്തായാലും ഇനിയിപ്പം പെട്ടെന്നൊന്നും അങ്ങോട്ട് പോവില്ല, ഒരു 6-5 മാസം കഴിഞ്ഞിട്ട് ഇനി വാങ്ങും. അപ്പം കുറച്ച് വലുതെടുക്കാമെന്ന് വിചാരിച്ചു. സോ അതാണ് ഫസ്റ്റ് വാങ്ങിച്ചൊരു ബ്രൗൺ യാൺ. സോ ഇതിപ്പം ഞാൻ കറൻ്റ്ലി വാങ്ങിച്ചതാണേ. നെക്സ്റ്റ് ആണ് ഈ ഒരു ബിഗ് ഗ്രീൻ യാൺ. ഇത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തേക്കാട്ടി കുറച്ച് റേറ്റ് ഉണ്ടായിരുന്നു. എനിക്കറിഞ്ഞൂടാ, കാരണം ഈ ഒരു കളർ ഇച്ചിരി ഈ ക്യാമറയിൽ കാണുന്നത് വേറെ കളറാട്ടാ, ഇച്ചിരി റെയർ ആണ്. സോ ഈ ഒരു ടൈപ്പ് ഗ്രീൻ. അപ്പം ഇതിന് ഇച്ചിരി റേറ്റ് ആണ്, പക്ഷേ നല്ല തിക്നെസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ യാണിന്. സോ അത്യാവശ്യം ഇച്ചിരി റേറ്റായി, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. സോ ഈ ഗ്രീൻ യാൺ ഇത് ആക്ച്വലി ഞാൻ ഒരു ബാഗ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. സോ ഒരാൾക്ക് വേണ്ടി ഞാൻ ഒരു ബാഗ് ചെയ്യാനാണ് ഈ ഒരു ഗ്രീൻ യാൺ വാങ്ങിച്ചത്. സോ ഇതാണ് 2 എണ്ണം. ഇനി ഒരെണ്ണം കൂടി ഉള്ളു കേട്ടോ ഞാൻ വാങ്ങിച്ചത്. സോ അത് ആക്ച്വലി ഇത് ഞാൻ എനിക്ക് വേണ്ടിയാണ് വാങ്ങിച്ചത്. എനിക്ക് വൈറ്റ് യാൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്, ഞാൻ എത്ര കിട്ടിയാലും വേണ്ടെന്ന് പറയില്ല. അങ്ങനത്തെ ഒരു യാണാണ് വൈറ്റ് യാൺ. സോ വൈറ്റ് വെച്ച് നമുക്ക് ഒത്തിരി ഇതുണ്ട്. ഞാൻ ഇപ്പം ഡ്രസ്സ് ചെയ്യാനാണെങ്കിലും വൈറ്റാണ് യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും ലൈക്ക് എനിക്ക് വൈറ്റിനോട് എന്തോ ഒരു ഇച്ചിരി ഇതുണ്ട്. എല്ലാത്തിനെക്കാട്ടും കുറച്ചും കൂടി ഒരു വൈറ്റ് ഇതാണ്. സോ ഞാൻ മിഫി ചെയ്തായിരുന്നു ഒരു പ്രാവശ്യം, പക്ഷെ അത് ഭയങ്കര തിന്നാണ്, അതുകൊണ്ട് അത്ര ഇതുണ്ടായില്ല. സോ ഈ പ്രാവശ്യം മിഫിക്ക് യൂസ് ചെയ്യുന്ന, മിഫി മീൻസ് ലൈക്ക് ഒരു ഡോൾ കൂട്ടുന്ന സംഭവമാണ്. അപ്പം അതിന് യൂസ് ചെയ്യുന്ന ഒരു യാണാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. സോ ഈ ഒരു യാണാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ആക്ച്വലി ഇതാണ് അവരെടുക്കാൻ പറയുന്നത്. അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇനി മിഫി ചെയ്യും ഇത് വെച്ചിട്ട്. ആണ് ഞാൻ പറഞ്ഞത്, എനിക്ക് വൈറ്റ് യാൺ എത്ര കിട്ടിയാലും ഞാൻ മതിയാവത്തില്ല, ഞാൻ പറയൂല. വൈറ്റ് യാൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇത് ഇത്രയാണ് ഈ പ്രാവശ്യം പോയപ്പോൾ യാണായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. വൈറ്റ് യാൺ, ബ്രൗൺ യാൺ ആൻഡ് ദിസ് ഗ്രീൻ യാൺ. സോ ഇത് ഇത്രയാണ് നമ്മുടെ യാണായിട്ടുള്ളത്. ആൻഡ് ഇതങ്ങ് മാറ്റാം. നെക്സ്റ്റ് വരുന്നത് ഇതാണ്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്തതിനെക്കാട്ടി കൂടുതൽ റേറ്റ് ആയി പോയത്. B7000. ആക്ച്വലി B7000 കുഞ്ഞതിനൊക്കെ 49 ഉള്ളൂ. കുഞ്ഞതാണെന്ന് വിചാരിച്ച് ഞാൻ എടുത്തതാണ്, പക്ഷെ ഇത് 200 ആയിരുന്നു റേറ്റ് ഇപ്പോൾ കൂടിപ്പോയി. ഇത് 200 ആയിരുന്നു, എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടി കൂടി. ആക്ച്വലി ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ക്രോഷ്യ ചെയ്യുന്നവർ ഈ എന്തെങ്കിലും നമുക്ക് സംഭവം സ്റ്റിക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഗ്ലൂ ഗണ്ണിനെ കാട്ടി നല്ലതാണ് ഈ B7000 ഞാൻ പ്രിഫർ ചെയ്യും. കാരണം ഗ്ലൂ ഗണ്ണാണെങ്കിൽ പെട്ടെന്ന് ഒട്ടാൻ നല്ലതാണ്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇളവ് വരും. ഫെവിക്വിക്കായാലും അങ്ങനെയാണ്. പക്ഷേ ഇത് ഇച്ചിരി ഉണങ്ങാൻ ലേറ്റ് ആവുമെങ്കിലും ഇത് എന്തൊക്കെ ചെയ്താലും ആവില്ല, ഇത് ഇളവി പോവില്ല. ഭയങ്കര സ്ട്രോങ് ആണിത്. ആക്ച്വലി ഞാൻ ഇങ്ങനെ
ലൈക്ക് സ്റ്റോൺസ് ഒക്കെ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പം ഇതാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ട്, അത് തീർന്നു പോയി. അതുകൊണ്ടാണ് ഇത് ആക്ച്വലി ഗ്ലൂഗണിനെ കാട്ടിയും ഫെവിക്കോളിനെ കാട്ടിയൊക്കെ ഞാൻ പ്രിഫർ ചെയ്യും. ഏറ്റവും നല്ലതാണ്, ഏറ്റവും നന്നായിട്ട് സ്റ്റിക്കാകാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പം ഇതിന് 200 ആയിരുന്നു. ഞാൻ റേറ്റ് നോക്കിയില്ല, കുഞ്ഞിതാന്ന് വിചാരിച്ചെടുത്തു. കുഞ്ഞിതിന് 49 69 കണ്ടായിരുന്നു കാണിച്ചിരുന്നത്. സോ അത്രയാന്ന് വിചാരിച്ചാണ് എടുത്തത്. പക്ഷെ കൂടിപ്പോയി, ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനാ. ഓക്കെ, എനിക്കിപ്പം കുറച്ച് ഇങ്ങനെ വർക്കൊക്കെ ഇങ്ങനെ വരും, ലൈക്ക് ബാഗ് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ചിലരോട്. ഇപ്പം ഞാൻ പറഞ്ഞു ബാഗ് ചെയ്ത് കൊടുക്കാന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ചെയ്യുമ്പം ഈ സ്റ്റിക്ക് ആവില്ലല്ലോ. നമുക്ക് ചില ബാഗിനാണെങ്കിൽ ഇങ്ങനെ ക്ലോസിങ് ഇല്ലല്ലോ. അപ്പം ചിലവർക്കത് ക്ലോസിങ് വേണം. അപ്പം ക്ലോസിങ്ങിനായിട്ട് ഞാൻ വെൽക്രോ സ്റ്റിക്കറാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ആക്ച്വലി ഭയങ്കര, ഇതൊക്കെ അവിടെ ഉണ്ട്, ഭയങ്കര ഇതാണ്, അവിടെ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. സോ വെൽക്രോ സ്റ്റിക്കറാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. സോ എനിക്ക് ബാഗൊക്കെ ചെയ്ത് കൊടുക്കുമ്പം ക്രോഷിയിൽ ഈ B7000 വെച്ച് സ്റ്റിക്ക് ചെയ്ത് സെറ്റാക്കാം ഞാൻ. സോ ഇതിന് ആക്ച്വലി വരുന്നത് 49 റുപ്പീസാണ്. അത്യാവശ്യം ഇഷ്ടം പോലെ ഉണ്ട് ഇതിൽ. സോ ഇതിൻ്റെ 2 എണ്ണം വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം അത്യാവശ്യം നല്ല അഫോർഡബിളാണിത്. B7000 മാത്രമാണ് ഇച്ചിരി കൂടിപ്പോയത്. സോ ഇതൊക്കെയാണ് ഞാൻ രണ്ടാമത് പോയപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ അപ്പം ഇത്രയും സംഭവങ്ങളൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം അപ്പം വെക്കേഷൻ അല്ലേ, അപ്പോൾ ക്രോഷി വെച്ചിട്ടുള്ള ഓരോ പ്രൊജക്റ്റും ഞാൻ ഇങ്ങനെ വീഡിയോ ഇടാം. അപ്പം എന്തായാലും നിങ്ങൾ വാച്ച് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം സൈനിങ് ഓഫ്, ബൈ ബൈ.